മദ്യവുമായി ബന്ധപ്പെട്ട അതിന് ലഹരിയും മദ്യവും ഇവിടെ പ്രത്യേക രൂപത്തിലുള്ള ആളറിയാതെ അവിടെയും ഇവിടെയും വെക്കുന്ന അത്രത്തിനേ പ്രശ്നമുള്ളൂ. കള്ളിന് പ്രശ്നമില്ല എന്നുള്ളതൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ലഹരി ഉപയോഗവും കള്ളും ഒന്നാം സ്ഥാനം കള്ള് തന്നെയാണ്. കള്ളും മദ്യവും അടക്കം മനുഷ്യന്റെ ബുദ്ധിയെ അപകടത്തിലാക്കുന്ന ലഹരി വസ്തുക്കളൊക്കെ ഇസ്ലാമിൽ തെറ്റാണ്. ലഹരി വസ്തു മുസ്കിർ, ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൽ കോടികൾ ലഭ്യമാണെന്ന് പറഞ്ഞാൽ ഉടനെ ഒരു മുസ്ലിമിന് ഉറച്ച നിലപാട് ആലോചിക്കാതെ പറയാൻ കഴിയണം, പറ്റില്ല, എനിക്കത് വേണ്ട, അത് പറ്റില്ല. അപ്പം മദ്യവുമായി ബന്ധപ്പെട്ട മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ പേരെന്തായാലും വേണ്ടിയില്ല, അതുമായി ബന്ധപ്പെട്ട സർവ്വ ബിസിനസ്സുകളും വ്യവസായങ്ങളും വ്യാപാരങ്ങളും തൊഴിലുകളും മുസ്ലിമിന് പറ്റില്ല, ഹറാമാണ്, പറ്റില്ല, തൊഴിൽ പോലും പറ്റില്ല. മദ്യത്തിൻ്റെ കുപ്പികൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്ന തൊഴിൽ മാത്രമാണ്, വേറെല്ല. ആ മദ്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും തൊട്ടിട്ടില്ല. പക്ഷെ അവൻ ഈ മദ്യക്കുപ്പി അതിൻ്റെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് തൊഴിലെങ്കിൽ, അതിലൂടെയാണ് സമ്പാദിക്കുന്നതെങ്കിൽ ഇല്ല, മുസ്ലിമിന് അത് പറ്റില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്നവരോടുള്ള നിയമമാണ് ഞാൻ പറയുന്നില്ല, മുസ്ലിമിന് പറ്റില്ല. മദ്യം കുടിക്കൽ മാത്രമല്ല തെറ്റ്, മദ്യം കുടിപ്പിക്കൽ മാത്രമല്ല തെറ്റ്, അതിനുള്ള ഏത് സഹായ സഹകരണങ്ങളും തെറ്റാണ് ഇസ്ലാമിൽ. അതുകൊണ്ട് ഓരോന്നും പരത്തി പറയേണ്ടതില്ല. വ്യവസായ വ്യാപാര രംഗത്തുള്ള ധാർമ്മികതകൾ പറയുമ്പോൾ ഒന്നാമതായി മർമ്മത്തിൽ ആദ്യം ഞാൻ പറഞ്ഞ ഹലാലും ഹറാമെന്നുള്ള ബോധം മർമ്മമാണ്. പിന്നീട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മദ്യം, മയക്കുമരുന്ന്, ലഹരി ദ്രാവകങ്ങൾ, ലഹരി വസ്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളും അതിൻ്റെ ഉള്ളമായ തൊഴിലുകളും ഒക്കെ ഇസ്ലാമിൽ ഹറാമാണ്, നിരോധിച്ച സംഗതിയാണ്. കോടികളുടെ പണമുണ്ടാക്കാം എന്ന് പറഞ്ഞാൽ പോലും മുസ്ലിം അത് ചെയ്യാൻ പാടില്ല. എല്ലാ രംഗത്തും കുറ്റവാളികളുണ്ട്. മുസ്ലിങ്ങളുടെ രംഗത്തും മുസ്ലിങ്ങൾക്കിടയിലും കുറ്റവാളികൾ പലപ്പോഴും കൂടുതലായി വരുന്നത് നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഒരുപക്ഷെ മലബാർ ഏരിയയിൽ കൂടുതൽ മുസ്ലിങ്ങളായതുകൊണ്ടാവാം, അല്ലാതെയും സംഭവിക്കാം, അല്ലാഹു അഅലം. പക്ഷേ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ഒരു ശരിയായ മുസ്ലിം ആണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പലിശയും അങ്ങനെയാണ്, ഓരോന്നും പറയുന്നില്ല. പലിശ എന്താണെന്നും അതിൻ്റെ മസാലകളിലേക്ക് ഇപ്പോൾ കടന്നു ചെല്ലുന്നില്ല. റിബ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന പലിശയുമായി ബന്ധപ്പെട്ട പലിശക്ക് കടം വാങ്ങുന്നത്, പലിശ കൊടുക്കുന്നത് മാത്രമല്ല തെറ്റ്, പലിശയുടെ പണം തിന്നതേ തെറ്റുള്ളതുകൊണ്ട് കക്കൂസ് ഉണ്ടാക്കിയാൽ മതി എന്ന് സമാധാനിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. ഇല്ല, ആരാണത് പറഞ്ഞു പഠിപ്പിച്ചത്? ശരിക്ക് പലിശ പല ഇനങ്ങളുണ്ട് കേട്ടോ, വിശദീകരിക്കാൻ അത് തന്നെ പറയേണ്ടി വരും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പ്രധാനമായും ശരീഅത്തിൽ 4 ഇനം പലിശകളുണ്ട്. വ്യാപകമായൊരു പലിശയാണ് കടപ്പലിശ. 100 രൂപ ഞാൻ നിങ്ങൾക്ക് കടം തരുമ്പോൾ 101 രൂപ നിങ്ങൾ തിരിച്ചു തരണം എന്ന നിബന്ധന വെച്ചുകൊണ്ടാണ് ഞാൻ കടം തരുന്നതെങ്കിൽ, ആ നിബന്ധന അംഗീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ കടം വാങ്ങുന്നതെങ്കിൽ 100 തന്ന് 101 തിരിച്ചു തരണമെന്ന ഈ കരാറ് ചെയ്തുകൊണ്ടുള്ള നിബന്ധന വെച്ചുകൊണ്ടുള്ള ആ കടം നൽകുന്ന ഇടപാടിൻ്റെ പേരാണ് ഇസ്ലാമിൽ റിബൽ ഖർള്, കടപ്പലിശ. ആ കൂടുതലായി കിട്ടുന്ന 1 രൂപ മാത്രമാണ് പലിശ എന്ന് മനസ്സിലാക്കിയത് തെറ്റാണ്. ഈ ഇടപാട് തന്നെ ഹറാമാണ്, വൻദോഷമാണ്. 101 രൂപ നിങ്ങൾ തിരിച്ചു തരണം എന്ന വ്യവസ്ഥ വെച്ചുകൊണ്ട് ഞാൻ 100 രൂപ നിങ്ങൾക്ക് കടം തരുന്നു. ആ വ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾ 100 രൂപ കടം വാങ്ങുന്നു. ഈ കടയിടപാട് നടത്തിയതോടുകൂടി 2 പേരും ഫാസിക്കുകളായി മാറിയിരിക്കുന്നു. ആ നടന്ന കടം കൊടുത്ത് വാങ്ങുന്ന ഇടപാടിൻ്റെ പേരാണ് റിബൽ ഖർള്, കടപ്പലിശ. അത് ഇസ്ലാമിൽ ഹറാമാണ്, വൻദോഷമാണ്. കൂടുതൽ കിട്ടുന്ന ആ 100 രൂപക്ക് മാത്രമല്ല പ്രശ്നമുള്ളത്, അല്ല ആ 1 രൂപ, ഞാൻ ഉദാഹരണം വെച്ച 1 രൂപ ഈ വാങ്ങിയ ആൾ പിന്നീട് തിരിച്ചു തരുമ്പോൾ ആ 101 വന്നപ്പോൾ ഞാൻ 100 മാത്രം വാങ്ങിയിട്ട് 1 രൂപ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും, ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് പോയിട്ട് 101 തിരിച്ചു വന്നപ്പോൾ എനിക്ക് 100 വേണ്ട 101 വേണ്ട, ആ 100 രൂപ അങ്ങക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും നേരത്തെ ഇവർ തമ്മിൽ ചെയ്ത കടയിടപാട് പലിശ ഇടപാടാണ്, ഹറാമാണ്, വൻദോഷമാണ്. അതുകൊണ്ട് പലിശയിലൂടെ ലഭിക്കുന്ന പണം തിന്നാൻ പാടില്ല, കക്കൂസ് നിർമ്മിക്കാൻ ഉപയോഗിക്കപ്പെടാം എന്നുള്ള ധാരണ 100% തെറ്റാണ്. പലിശയുടെ പണം നമ്മൾ ഉപയോഗിക്കാൻ ഞാൻ മതി, മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന ധാരണയും ശരിയല്ല. വന്ന് പെട്ട് കുടുങ്ങിപ്പോയത് തൗബ ചെയ്ത് പിന്മാറുമ്പോൾ അത് കൊടുത്തു ഒഴിവാക്കാൻ പല മസാല വകുപ്പുകളുണ്ട്. അൽ മസാലിഹുൽ ആമ, പൊതു മസ്ലഹത്തുകളിലേക്ക് നൽകി തൗബ ചെയ്ത് പിന്മാറണം, അങ്ങനെ ചില മസാലകളുണ്ട്. എന്നല്ലാതെ പലിശയുടെ പണം നമ്മൾ ഭക്ഷണത്തിനെടുക്കാതെ മറ്റുള്ളതിനെടുത്താൽ മതിയെന്നോ നമ്മൾ ഉപയോഗിക്കാതെ മറ്റാർക്കെങ്കിലും കൊടുത്താൽ മതിയെന്നോ ഉള്ള ധാരണ ശരിയല്ല എന്ന് മാത്രം ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു.
റിബ ഹറാമാണ്. പലിശ എന്ന മൊത്തത്തിൽ നമ്മളതിന് പറയും. മലയാള ഭാഷയല്ല വിഷയം. ഇസ്ലാമിൽ അതിൻ്റെ കൃത്യമായ നിയമങ്ങളുണ്ട്. റിബ ഹറാമാണ്, പലിശ ഹറാമാണ്. അത് അത്ര ഇടപാട് നടത്തുന്ന രണ്ടാളുകളും ആ ഇടപാടിന് സാക്ഷിയാകുന്നവരും ആ ഇടപാടിൻ്റെ കണക്കെഴുത്ത് പോലും ഇസ്ലാമിൽ വൻദോഷം. ഇബ്നു അബ്ദുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നത് കാണാം, വഅന്ന കുല്ലമാ ലഹു ദഖ്ലുൻ ഫിർ-റിബ, പലിശയുമായി ബന്ധപ്പെട്ട ഏത് ജോലിയും തൊഴിലും അതൊക്കെ ഹറാമാണ്. വകുല്ലുഹും ഫസഖ, അവരൊക്കെ വൻദോഷം ചെയ്തവരായി മാറുകയാണ്. അതുകൊണ്ട് ബിസിനസ്സായാലും വ്യവസായമായാലും തൊഴിലായാലും മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഗതി മുസ്ലിമിന് പറ്റില്ല. അവനവൻ്റെ ആഖിറത്തിലേക്ക് അത് വലിയ അപകടം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹറാമായ രൂപത്തിലൂടെ വന്നാൽ ഫന്നാറു ഔലാബിഹി, ആ ശരീര നരകത്തിലേക്കാണ് കൂടുതൽ അവകാശപ്പെട്ടത്. പ്രാർത്ഥനകളുടെ സ്വീകാര്യതയെ അത് ബാധിക്കും, ഇബാദത്തുകളുടെ സ്വീകാര്യതയെ ബാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും വിട്ടുനിന്നേ പറ്റൂ. അതുപോലെയാണ് പലിശ ഇടപാടുമായി. പലിശ സ്ഥാപനങ്ങളുടെ നടത്തിപ്പടക്കം അതുമായി ബന്ധപ്പെട്ടവ, അതിൽ സഹായം ചെയ്യുന്നവരും അതിൽ ജോലിയെടുക്കുന്നവരും ഒക്കെ ഇസ്ലാമിയായി തെറ്റ. കാരണം മുസ്ലിമിന് ആ പണി പറ്റില്ല. അപ്പോൾ തൊഴിലായാലും വ്യവസായമായാലും ബിസിനസ്സായാലും അത് ഹറാമുള്ള സംഗതിയാണോ അല്ലേന്ന് ആദ്യം നോക്കണം. ഞാൻ രണ്ടെണ്ണം ഉദാഹരണം പറഞ്ഞാണ് മദ്യവും പലിശയും. ഇനിയും അത് ഹലാലാകുമ്പോൾ അവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഹറാമായ വഴികൾ അവിടെയും ഇടയിൽ ഒരുപാട് വരും. അത് നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടാകും. അങ്ങനെയുള്ള ദുനിയാവിനെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം. ഒരാൾക്ക് ആരോഗ്യമുണ്ട്, നല്ല ആരോഗ്യം ഒരാൾ തന്നു, അസുഖമൊന്നുമില്ല, അതുകൊണ്ട് അയാൾ സ്വർഗത്തേക്ക് അത് തീരുമാനിക്കാൻ പറ്റില്ല. അള്ളാഹ്ക്ക് എന്നോടല്ല ഇഷ്ടം, കാരണം എനിക്ക് സോക്കടൊന്നും ഉണ്ടാവില്ല എന്നൊരാൾ ചിന്തിക്കുന്നതിൽ അർത്ഥമല്ല. കാരണം അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നതാവില്ല, അത് അള്ളാഹ് പരീക്ഷിക്കുകയാണ്. ആരോഗ്യം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? ആരോഗ്യം തന്ന അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹ് അനുവദിച്ചതനുസരിച്ചാണോ ഇന്ന് അത് സന്തോഷമാണ്, അല്ലേ അതുകൊണ്ട് അപകടവും. ഈ എലിക്ക് കെണിവെക്കൽ അറിയായിരിക്കും. എലിക്ക് കെണി വെക്കുമ്പോൾ നമ്മൾ ആ കൂട്ടിൽ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കുമല്ലോ. എലിക്ക് ആ കെണിയിലൊന്ന് വിടുകയാണ് എലി. ചിലപ്പോൾ പലർക്കും അള്ളാഹു സമ്പത്ത് കൊടുക്കുന്നതും ആരോഗ്യം കൊടുക്കുന്നതൊക്കെ ഈ കോലത്തിലാണ്. നമുക്കൊരു അന്ധവിശ്വാസമുണ്ട്. ഒരാൾക്ക് കുറച്ച് പൈസ ഉണ്ടായി നമ്മൾ പറയും ഇപ്പോൾ ആൾ നല്ല നിയമത്തിലാണെന്ന് പറയും. നമ്മൾ പഴമക്കാർക്ക് തന്നെയുള്ളൊരു പ്രശ്നമാണത്. നമ്മൾ വല്യമാരൊക്കെ പറഞ്ഞിരുന്ന പ്രയോഗം എന്തെന്നറിയാം, ഒരാൾക്ക് കുറച്ച് പൈസ ആയാൽ എന്താ പറയുക, നിയമത്തിലാണ്. രണ്ട് കുട്ടികളൊക്കെ ഗൾഫ് പോയി ഇപ്പോൾ കുറച്ച് നിയമത്തിലാണ്. ആയിക്കോട്ടെ, പക്ഷെ നിയമത്ത് എന്ന് പറയാനായിട്ടില്ല. പണം രണ്ട് കോലത്തുണ്ട്, നിയമത്തുണ്ട്, നിക്കുമത്തുണ്ട്. അതെന്താ, നമുക്ക് ലഭിക്കുന്ന പണം ഹലാലായതാണ്, അത് ഹലാലായ രൂപത്തിൽ തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇന്ന് അത് നിയമത്താണ്, അത് നമ്മുടെ സന്തോഷത്തിലേക്ക് എത്തിക്കും. അതേസമയം ഹലാലല്ലാത്ത രൂപത്തിലാണ് പണം ഉണ്ടായത്, ഒന്നിരിക്കൽ അങ്ങനെ, അല്ലെങ്കിൽ ഹലാലിലൂടെയാണ് ഉണ്ടായത്, പക്ഷെ അത് ഉപയോഗപ്പെടുത്തിയത് ഹറാമായ കോലത്തിലാണ്. എന്നാൽ അത് ഇസ്തിദ്റാജ്, ഈ എലിക്ക് കെടി വെക്കുന്നത് പോലെയായിരിക്കുമെന്ന് ഖുർആൻ. വനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, ഖുർആൻ പറഞ്ഞു. ചിലർക്ക് ദുനിയാവിൽ നമ്മൾ കൊടുക്കുന്ന സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഇസ്തിദ്റാജാണ്,